നമസ്കാരം. ശബരിമലയെ പോലും തങ്ങളുടെ സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ ഭാരവാഹികൾക്കെതിരെ വൻ അട്ടിമറി വിവരങ്ങളാണ് SIT ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ അംഗം അജികുമാറിനുമെതിരെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സ്വർണം പൂശാൻ തിരുവാഭരണങ്ങൾ ക്ഷേത്രവളപ്പിന് പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന് ദേവസ്വം മാനുവൽ ചൂണ്ടിക്കാട്ടി തിരുവാഭരണ കമ്മീഷൻ ഓഫീസിലെ സൂപ്രണ്ട് 2024 ഒക്ടോബറിൽ നൽകിയ ഔദ്യോഗിക കത്ത് ബോധപൂർവം അവഗണിച്ചാണ് സ്വർണം കടത്തിയതെന്ന ഭീതിജനകമായ കണ്ടെത്തലിലാണ് പുറത്തുവന്നിരിക്കുന്നത്. 2019 നടന്ന ഭീമമായ സ്വർണ്ണ അപഹരണം മറച്ചുപിടിക്കാൻ വേണ്ടിയാണ് 2025 ദ്വാരപാലക പാളികൾ വീണ്ടും സ്വർണം പൂശാൻ എന്ന വ്യാജേന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയച്ചതെന്നാണ് SITയുടെ കണ്ടെത്തൽ. സന്നിധാനത്തിൽ നടന്ന ഈ കൊള്ളയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ശബരിമലയിലെ ഏത് തിരുവാഭരണവും സ്വർണ്ണപ്പണികളും ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് തന്നെ നടപ്പാക്കണമെന്നത് ദേവസ്വം മാനുവൽ പ്രകാരമുള്ള കടുത്ത ആചാരവും നിയമവുമാണ്. 2024 ഒക്ടോബറിൽ തിരുവാഭരണ കമ്മീഷൻ ഓഫീസിലെ സൂപ്രണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. സ്വർണം പൂശാനുള്ള ജോലികൾ ക്ഷേത്രവളപ്പിൽ തന്നെ ചെയ്യണം, ഒരു കാരണവശാലും പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. എന്നാൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അംഗം അജികുമാറും ഈ നിർദ്ദേശം തൃണവൽക്കരിച്ചു. തങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും തങ്ങളുടെ കൂട്ടുപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് ഭണ്ഡാരിക്കും പണമുണ്ടാക്കാൻ അവസരമൊരുക്കാനുമായി ആചാരങ്ങളെയും ദേവസ്വം മാനുവലിനെയും ഒക്കെ കാറ്റിൽ പറത്തി സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കടത്താൻ അനുമതി നൽകുകയായിരുന്നു. ആസൂത്രിതമായ ഈ ഒരു നീക്കത്തിന് പിന്നിൽ വൻ സാമ്പത്തിക സ്രോതസ്സുകളും ഗൂഢാലോചനയും നടന്നുവെന്ന് SIT റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസിന്റെ ഏറ്റവും ഗൗരവമായ വശം എന്തെന്നാൽ 2019 സന്നിധാനത്ത് നടന്ന ഈ സ്വർണ്ണ അപഹരണം പുറത്തറിയാതിരിക്കാൻ പുതിയൊരു വഴി കണ്ടെത്തുകയായിരുന്നു ബോർഡ് നേതൃത്വം എന്നതാണ്. 2019 നടന്ന സ്വർണ്ണ അപഹരണം മൂടിവെക്കുന്നതിന് വേണ്ടി പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് പുതിയൊരു ഉത്തരവിറക്കി. 2025 ദ്വാരപാലക പാളികൾ വീണ്ടും സ്വർണം പൂശണമെന്ന് പറഞ്ഞ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊടുത്തയച്ചു. സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയ 12 പാളികളിൽ 4 എണ്ണത്തിൽ നിന്നും ആരും അറിയാതെ സ്വർണം വേർതിരിച്ചെടുത്തുവെന്ന് SIT കണ്ടെത്തുകയും ചെയ്തു. ഒരു അഴിമതിയും മോഷണവും മറച്ചുപിടിക്കാൻ വേണ്ടി ശബരിമലയിലെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് രണ്ടാമതും കൊള്ള നടത്തുകയായിരുന്നു ഈ മുൻ ഭരണാധികാരികൾ. കഴിഞ്ഞ ആഴ്ചയാണ് PS പ്രശാന്തിനെയും അജികുമാറിനെയും SIT അറസ്റ്റ് ചെയ്യുന്നത്. നിലവിൽ ഇരുവരും തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഇരുവരും ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കാളികളാണെന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നും SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രതികളെ തടവിൽ വെച്ച് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായതുകൊണ്ടും പുതിയ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തേണ്ടതുകൊണ്ടും കേസിന്റെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ സാവകാശം വേണമെന്ന് SIT വ്യക്തമാക്കി. കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരെയും ബോർഡ് ഭാരവാഹികളെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് തങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പ്രതികൾ ഉന്നയിച്ചിരുന്നു. കോടതി ഇവർക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്നാൽ നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിചയാക്കാൻ കഴിയില്ല. കസ്റ്റഡിയിൽ കിട്ടുന്നതോടെ PS പ്രശാന്തിനെയും അജികുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ സ്വർണം എവിടെ പോയി, എത്ര കോടിയുടെ തട്ടിപ്പ് നടന്നു, ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മറ്റ് ഉന്നത വ്യക്തികൾ ആരെല്ലാം എന്നതിന്റെ പൂർണ്ണ ചിത്രം പുറത്തുവരും. ഭക്തർ കാണിക്കായി സമർപ്പിക്കുന്ന ഓരോ തിരി സ്വർണവും കൊള്ളയടിച്ചവർക്ക് കാലം ഒരുക്കിവെച്ച തിരിച്ചടി തന്നെയാണിത്. ശബരിമലയിലെ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി വ്യാജ ഉത്തരവുകൾ ഇറക്കുകയും സൂപ്രണ്ടിന്റെ മുന്നറിയിപ്പ് കത്തുകൾ പൂഴ്ത്തിവെക്കുകയും ചെയ്ത ദേവസ്വം ബോർഡ് മുൻ തലവന്മാർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കണം. 2019 കള്ളക്കളി പറയ്ക്കാൻ 2025 വീണ്ടും സ്വർണ്ണക്കൊള്ള നടത്തിയവരുടെ ഭക്തിയും പൊള്ളത്തരവുമാണ് SIT അന്വേഷണത്തിലൂടെ പുറത്തു വന്നത്. പണമുണ്ടാക്കാൻ വേണ്ടി ദ്വാരപാലക പാളികൾ വരെ ചെന്നൈയിലേക്ക് കടത്തിയവർക്ക് ജയിലഴിക്കുള്ളിൽ കിടന്ന് കാലം തീർക്കേണ്ടി വരും.